പാലക്കാട് ചാലിശ്ശേരിയിലാണെങ്കിൽ വീടിനകത്ത് കിടന്നുറങ്ങിയ വൃദ്ധനെ പൊള്ളലേറ്റ സംഭവം ഉണ്ടായിരിക്കുന്നു. വീടിനകത്ത് പോലും ആളുകൾക്ക് കിടന്നുറങ്ങാൻ കഴിയാത്തത്ര ചൂടാണ് പാലക്കാടുള്ളത്. ചൂടിന്റെ കാഠിന്യമാണ് പൊള്ളലേൽക്കാൻ കാരണമെന്നാണ് നിഗമനം. ഒപ്പം വിനീഷ് ചേരുന്നുണ്ട് പാലക്കാട് നിന്നും. വിനീഷ്, കടുത്ത ചൂടാണെന്ന് വിനീഷ് നേരത്തെ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ 41 ഡിഗ്രിക്ക് മേളിൽ ചൂട് പോകുമെന്ന് മുന്നറിയിപ്പുമുണ്ട്. മനുഷ്യർക്ക് മാത്രമല്ല, ഈ മൃഗങ്ങളുടെ കാര്യം എടുത്താൽ ഒരാഴ്ചക്കിടയിൽ 30-ലേറെ പശുക്കൾ ചത്തുവെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇത് സംബന്ധിച്ച് എന്തൊക്കെ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് കർഷകർ അടക്കമുള്ളവർക്ക് നൽകിയിട്ടുള്ളത്? പാർവതി, ഇന്നലെ ഉച്ചയ്ക്ക് വീടിനകത്ത് കിടന്നുറങ്ങുകയായിരുന്ന ചാലിശ്ശേരി സ്വദേശിയായ സുബ്രഹ്മണ്യനാണ് സൂര്യതാപമേറ്റത്. കയ്യിലാണ് സൂര്യതാപമേറ്റ് പൊള്ളിയതിന്റെ പാടുകൾ നമുക്കതിലെ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഈ ജനൽ തുറന്നിട്ട് വീടിന് ചുറ്റും ധാരാളം മരങ്ങളുണ്ട്. ആ മരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ജനൽ തുറന്നിട്ട ശേഷമായിരുന്നു സുബ്രഹ്മണ്യൻ വീടിനകത്തുള്ള ബെഡ്റൂമിൽ ഉറങ്ങിക്കൊണ്ടിരുന്നത് ഉച്ചയ്ക്ക്. ഈ സമയത്താണ് സൂര്യതാപമേറ്റ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതെല്ലാം വലിയ ഗൗരവമായി കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. ഒപ്പം തന്നെ ഈ കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തു വീഴുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. കാരണം നമുക്കറിയാം, മനുഷ്യ ശരീരത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഊഷ്മാവ് ഇത്തരത്തിലുള്ള, ഇപ്പോൾ ആനയായാലും അതുപോലെ തന്നെ മറ്റുള്ള കന്നുകാലികളായാലും അവരുടെ ശരീരത്തിൽ ഊഷ്മാവ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ വെള്ളം കുടിക്കാൻ കഴിയുക എന്നുള്ളതാണ്. വെള്ളം കിട്ടാതെ വരുമ്പോഴാണ് പലപ്പോഴും സംഭവിക്കുന്നത്. വെള്ളം കുടിക്കുന്നതിനൊപ്പം തന്നെ സാധാരണ നിലയിൽ ഈ ചതുപ്പിലും അതുപോലെ തന്നെ ഈ ജലസ്രോതസ്സുകൾ, ഈ വെള്ളക്കെട്ടുകളിലും എല്ലാം തന്നെയാണ് ഇത്തരത്തിലുള്ള ജീവികൾ പലപ്പോഴും കിടക്കാറുള്ളത്, ഈ ചൂടിനെ പ്രതിരോധിക്കാറുള്ളത്. എന്തായാലും പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിൽ അത് രൂക്ഷമാണ്. ഒപ്പം തന്നെ വന്യജീവികളുടെ അവസ്ഥയും പരിതാപകരമാണ്. കാരണം ഈ വലിയ വേനലും വരൾച്ചയും കാരണം ഈ മിക്ക മരങ്ങളും ഇല പൊഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ തണൽ പോലും ഇല്ലാത്തൊരവസ്ഥ കാടിനകത്തുണ്ട് എന്ന് വനംവകുപ്പ് പറയുന്നു. അതുപോലെ തന്നെ കാട്ടിൽ സാധാരണ നിലയിൽ കിട്ടുന്ന പഴവർഗ്ഗങ്ങളും ഒന്നും തന്നെ വന്യജീവികൾക്ക് ലഭിക്കാതെ വരുമ്പോഴാണ് ഇവ കാടിറങ്ങുകയും ഇത് മനുഷ്യനുമായിട്ടുള്ള ഒരു സംഘർഷത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അത്തരത്തിലുള്ള കേസുകൾ, ഈ വന്യജീവി ശല്യം അനുദിനം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. മലയോര മേഖലയിലും അതുപോലെ തന്നെ വനാതിർത്തി പ്രദേശങ്ങളിലും എല്ലാം രൂക്ഷമാണ്. ഒപ്പം തന്നെ നമുക്കറിയാം, അതിവേഗം മരുഭൂവൽക്കരണത്തിലേക്ക് കേരളത്തിലെ ഗ്രാമങ്ങളും പോകുന്നു എന്നതിന്റെ തെളിവുകളാണ് വ്യാപകമായി മയിലുകളും അതുപോലെ തന്നെ മറ്റുള്ള ഈ മരുഭൂമിയെ കൂടുതൽ ആശ്രയിക്കുന്ന ജീവികളുടെ ഒരു വരവ്. കാരണം കാട്ടിൽ ഇവരുടെ ആവാസ വ്യവസ്ഥകളെ ബാധിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം ബാധിക്കുന്നതോടുകൂടി നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇത് ജനജീവിതത്തെയും കൂടുതൽ ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാർവതി. ശരി വിനേഷ്, കൊച്ചിയിൽ നിന്നും നവമി കൂടി ചേരുന്നുണ്ട്. നവമി, കൊച്ചിയിൽ എങ്ങനെയാണ് ചൂട് ഇപ്പോൾ? നവമി, കേൾക്കാമെങ്കിൽ? കടുത്ത ചൂടാണ്. 4 ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പുമുണ്ട്. കൊച്ചിയിലെ അവസ്ഥ എങ്ങനെയാണ്?